ഹമാസിൻ്റെയും ഹൂത്തിയുടെയും ആക്രമണത്തിൽ ഇസ്രായേൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഹൂത്തികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഹൂത്തികൾ ആയിരക്കണക്കിന് രൂപയുള്ള മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയക്കുമ്പോൾ അത് നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് കോടിക്കണക്കിന് രൂപ ചിലവാകുകയാണ്. അങ്ങനെ ഇസ്രായേലി സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ പ്രതിരോധിച്ചാലും ഇല്ലെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ ഹൂത്തികളുടെ ഒരു മിസൈല് പ്രതിരോധിക്കാതെ ഇസ്രായേലിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം പ്രതിരോധിച്ചത് മൂലം ഉണ്ടാകുകയാണ്. അങ്ങനെ ഹൂത്തികൾ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതൽ വരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലിനെ ഒരു പരിധിയിൽ കൂടുതൽ വളർത്താതിരിക്കാൻ ഹൂത്തികൾ ഈ ഓരോ മിസൈലുകളും അയക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് പുറം ലോകത്തിന് കാര്യമായ ഒരു അറിവുണ്ടായിരുന്നില്ല. കാരണം ഹൂത്തികൾ എങ്ങനെയാണ് ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ചോദ്യങ്ങളാണ് പോയിരുന്നത്. പക്ഷേ ഇസ്രായേൽ തന്നെ നടത്തിയ ഒരു പഠനത്തിനൊടുവിലാണ് ഇസ്രായേലിന് മനസ്സിലാവുന്നത് ഹൂത്തികളുമായി യുദ്ധം നടത്തിയാലും ഹൂത്തികളുടെ ആക്രമണത്തിന് കയ്യും കെട്ടി നോക്കിയെന്നാലും എങ്ങനെയായാലും ഇസ്രായേലിന് നഷ്ടമാണ്. കാരണം ഹൂത്തികൾ ഒരു മിസൈല് ഇസ്രായേലിലേക്ക് വർഷിക്കുമ്പോൾ അത് തടയണമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപ വേണം. ഹൂത്തികൾ തദ്ദേശീയമായി ഉണ്ടാക്കിയെടുക്കുന്ന അവർക്ക് കിട്ടിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ബലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഒരുപക്ഷേ തടയുവാനായിട്ട് ഇസ്രായേലിനെ സാധിച്ചേക്കാം. പക്ഷെ അതിനുവേണ്ടി ഇസ്രായേൽ മുടക്കുന്നത് ഹൂത്തികൾക്ക് ചിലവഴിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി സംഖ്യയാണ്. കാരണം ഹൂത്തികൾ ഒരു മിസൈൽ അയക്കുമ്പോൾ ഒരു താരതമ്യേന ചെലവ് കുറഞ്ഞ മിസൈലുകളാണ് ഹൂത്തികൾ അയക്കുന്നത്. ഹൂത്തികൾ ഒരു മിസൈൽ അയക്കുമ്പോൾ അതിനെ തടയുവാനായി ഇസ്രായേലിനെ സംബന്ധിച്ച് 7 മിസൈലുകൾ കുറഞ്ഞപക്ഷം അയക്കേണ്ടി വരും. മാത്രമല്ല സൈറൻ, പ്രതിരോധ സംവിധാനങ്ങൾ, മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാത്തിൻ്റെയും ചിലവ് നോക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു ചിലവായിട്ടത് മാറുകയാണ്. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം, എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രായേലിന് യാതൊരു ആശയവുമില്ല. മാത്രമല്ല ഹമാസിൽ നിന്നും ഹൂത്തികളിൽ നിന്നും കിട്ടുന്ന നിരന്തരമായ പ്രഹരങ്ങൾ ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ കാര്യക്ഷമതയെയും കാര്യമായി ബാധിക്കുകയാണ്. തുടക്കത്തിൽ ഹൂത്തികളെ ചെറുതായി കണ്ടത് വിനയായി എന്ന് ഇസ്രായേലിലെ ഭരണ നേതൃത്വവും സൈനിക നേതൃത്വവും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. വലിയ തരത്തിലുള്ളൊരു പരാജയത്തിലേക്ക് ഇസ്രായേൽ പോകുന്നു. ഇസ്രായേലിന് തിരിച്ചടി നേടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പഠനങ്ങൾ ഇസ്രായേൽ നടത്തുകയാണ്. കാരണം ഈ യുദ്ധം ഇങ്ങനെ പോയാൽ തങ്ങളുടെ നാശമായിരിക്കുമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല ഹൂത്തികളിൽ നിന്നും ഹമാസിൽ നിന്നും വരുന്ന ഈ ആക്രമണം ഇസ്രായേൽ ഭയക്കുകയാണ് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്.